ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമുക്ക് പേപ്പർ കപ്പ് യൂസ് ചെയ്തിട്ട് രണ്ട് സിമ്പിളായിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ 2 കപ്പ് എടുക്കുക, അതിൻ്റെ മൗത്ത് പോർഷൻ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ 2 കപ്പ് എടുക്കുക, ബോട്ടം പോർഷൻ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് വൈറ്റ് പേപ്പറിലും ബ്ലാക്ക് കളറിലും 2 സർക്കിൾസിൻ്റെ ആവശ്യമുണ്ട്. അത് പേപ്പർ കപ്പിൻ്റെ അതേ അളവ് തന്നെ വേണം. അതുകൊണ്ട് ഞാനിവിടെ പേപ്പർ കപ്പ് തന്നെ അളവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് കളർ കട്ട് ചെയ്യുമ്പോൾ ഞാനൊരു അക്രിലിക്കിൻ്റെ ബോട്ടിൽ എടുക്കുന്നത് കുഞ്ഞ് സർക്കിൾ മതി കേട്ടോ. എന്നിട്ട് ഈ ബ്ലാക്ക് കളർ പേപ്പർ ചാർട്ടിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആ സമയം കൊണ്ട് നമ്മൾ വൈറ്റ് കളർ അടിച്ചു വെച്ചേക്കുന്ന കപ്പ് ഒന്നുണങ്ങി കിട്ടും. എന്നിട്ട് നമ്മൾ ബ്രൗൺ കളർ പെയിൻറ്റിന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വൈറ്റ് കളർ അക്രിലിക്കും ബ്രൗൺ കളർ പോസ്റ്റൽ പെയിൻറ്റ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ള പോർഷൻസാണ് കുറച്ച് ടഫായിട്ട് വരുന്നത്. അതിൻ്റെ മുകളിലും താഴെയായിട്ട് കറക്റ്റായി നമ്മളെന്താ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോൾ ഇട്ടതിന് ശേഷം നമ്മളൊരു വൈറ്റ് നൂല് ഉപയോഗിച്ച് ആ ഓപ്പോസിറ്റ് പൊസിഷനിൽ വേണം കെട്ടിക്കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ക്രോസ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് നോക്കുക. ജസ്റ്റ് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് കെട്ടിക്കൊടുക്കുമ്പോഴത്തേനും ആ ഒരു ലുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഡോലക്കിൻ്റെയൊക്കെ ഒരു ലുക്കില്ലേ. ഇനി നൂല് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം, വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്ത് ക്രോസ് ചെയ്ത് വരച്ചു കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വൈറ്റ് പേപ്പർ എന്ത് ചെയ്യുക, ഇതിൻ്റെ 2 സൈഡും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ലുക്കൊക്കെ വരുന്നില്ലേ. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ കൂടെ വൈറ്റ് നൂല് ഉപയോഗിച്ച് കെട്ടിക്കൊടുത്തതിന് ശേഷം ആ 2 മുത്തോ പിന്നെ ഇഷ്ടമുള്ള എന്തെങ്കിലും കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ ഒരു ഡോലക്കിൻ്റെ ഷേപ്പൊക്കെ വന്നില്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് തബലയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ പോലെ ഇതിൽ നമ്മൾ മേലെയും താഴെ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഓപ്പോസിറ്റായിട്ട്, അതായത് കറക്റ്റ് താഴെ അല്ലാതെ കുറച്ച് അപ്പുറമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രോസ് ചെയ്ത് നൂല് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ, അതുപോലെ തന്നെ ഫുള്ള് ക്രോസ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ നൂല് ചുറ്റി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, ഭയങ്കര മെനക്കെട്ട പരിപാടിയായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, ക്രോസ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. പക്ഷേ ഈ പെയിൻറ്റ് യൂസ് ചെയ്ത് വരയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗി നമ്മൾ നൂല് ക്രോസ് ചെയ്ത് കെട്ടുമ്പോഴാട്ടോ. അപ്പോൾ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, ഒരു ലുക്ക് വരാൻ വേണ്ടി വരച്ചു കൊടുക്കുമ്പോഴും നല്ല ഭംഗിയുണ്ട്. പക്ഷേ നൂല് കെട്ടി കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മേലെയും താഴെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ആ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് തബലയല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ ഡോലക്ക് ഉണ്ടാക്കിയപ്പോൾ സെൻറ്ററിൽ എന്ത് ചെയ്ത് നൂല് കവർ ചെയ്തിട്ട് മുത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ തബല ആയതുകൊണ്ട് ടോപ്പ് പോർഷനും ബോട്ടം നൂല് യൂസ് ചെയ്ത് കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ 2 ക്രാഫ്റ്റിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റ് ഏതാണ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.